എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത് +2 ബോട്ടണിയിലെ എൻവിറോൺമെന്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് പോയിന്റുകളാണ്. ഈ വരുന്ന മാർച്ചിലെ പൊതുപരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ അനായാസമായി പരീക്ഷ എഴുതുവാനും ഫുൾ മാർക്ക് മേടിക്കാനും നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള ഫോക്കസ് പോയിന്റുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും മുഴുവൻ സമയവും വീഡിയോ ക്ലാസ് കേട്ടിരിക്കേണ്ടതുമാണ്. മുൻപ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ നമ്മൾക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം ഫോക്കസ് പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. ആ ഫോക്കസ് പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് വിശദമായി അവതരിപ്പിക്കുന്നത്. ഓക്കെ. എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ഫോക്കസ് പോയിന്റ്സ്. ഇവിടെ ഫോക്കസ് പോയിന്റിൽ ഏതൊക്കെ പോയിന്റുകളാണ് പരിചയപ്പെടാനായിട്ടുള്ളത്? ആദ്യം വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഇതിൽ BOD, ആൽഗൽ ബ്ലൂം ആൻഡ് യൂട്രോഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, അത് വിശദമായി പരിചയപ്പെടാനുണ്ട്. ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ഡിപ്ലീഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യും. ഡീഫോറസ്റ്റേഷൻ എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ്, ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാട്ടർ ബോഡീസ് വൃത്തിയായി സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് വാട്ടർ ആക്ട് 1974. ടു സേഫ് ഗാർഡ് വാട്ടർ റിസോഴ്സസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് പാസ്ഡ് ദ വാട്ടർ Act 1974. It helps to maintain the water bodies clean. BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇവിടെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് സീവേജിലുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുന്നത് പ്രധാനമായും ബാക്ടീരിയകളാണ്, അതുപോലെ മറ്റു ചില സൂക്ഷ്മജീവികളും. The amount of organic matter present in sewage can be measured by biochemical oxygen demand. സീവേജിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളുടെ അളവ് പ്രത്യേകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നോക്കിയിട്ടാണ്. ശരിക്കും പറയണമെങ്കിൽ ഓർഗാനിക് മാറ്റർ ബയോഡിഗ്രേഡബിൾ ആണ്, അത് വിഘടിപ്പിക്കാനായിട്ടുള്ള ഓക്സിജൻ എത്രയാണ് ആവശ്യമായിട്ട് വരുന്നത്, ആ കണക്കാണ് ശരിക്കും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ ദ ബയോഡിഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ മൈക്രോ ഓർഗാനിസം ദാറ്റ് റിക്വയർ പ്ലെന്റി ഓഫ് ഓക്സിജൻ, ധാരാളം ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊള്യൂട്ടൻസിന്റെ തോത് വാട്ടർ ബോഡീസിൽ കൂടി വരുന്നതിനനുസരിച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു വരികയാണ്. ദിസ് കോസസ് മോർട്ടാലിറ്റി ഓഫ് ഫിഷ് ആൻഡ് അതർ അക്വാറ്റിക് ഓർഗാനിസംസ്. ഇതുമൂലം ജലത്തിലെ മത്സ്യങ്ങളും അതുപോലെ മറ്റ് ജീവികളും ചത്തൊടുങ്ങുകയാണ്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നു. അതായത് ബയോഡിഗ്രേഡബിൾ പൊള്യൂട്ടൻസ് കൂടിയ സമയത്ത് ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞിരിക്കുന്നതായും, അതുപോലെ തന്നെ BOD കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂടിയിരിക്കുന്നതായും ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആൽഗൽ ബ്ലൂം. എന്താണ് ആൽഗൽ ബ്ലൂം? അതായത് ധാരാളം ന്യൂട്രിയൻസ് വാട്ടർ ബോഡീസിലേക്ക് എത്തുമ്പോൾ അത് പ്രധാനമായിട്ടും പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗെ വളരെയധികമായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അത്തരം ആൽഗകൾ വാട്ടർ ബോഡീസിൽ നിറയെ പടർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ്. വിച്ച് ഗീവ്സ് കളർ ടു ദി വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിൻ്റെ കളറിൽ തന്നെ ചേഞ്ച് വരികയാണ്, പ്രത്യേക കളർ വാട്ടർ ബോഡീസിൽ കാണുന്നു. ആൽഗൽ ബ്ലൂംസ് കോസ് ലോസ് ഓഫ് ദ വാട്ടർ ക്വാളിറ്റി ആൻഡ് ഫിഷ് മോർട്ടാലിറ്റി. വാട്ടർ ക്വാളിറ്റിയിൽ അതുകൊണ്ട് തന്നെ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരികയും
ഫിഷ് മോർട്ടാലിറ്റിക്ക് കാരണമാവുകയുമാണ്. ഇത്തരം കാര്യങ്ങളാണ് ആൽഗൽ ബ്ലൂമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. വാട്ടർ ബോഡീസിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽഗൽ ബ്ലൂംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, യൂട്രോഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഏജിംഗ് ഓഫ് ലേക്ക് ബൈ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ്. ഒരു ലേക്കിൻ്റെ ഏജിംഗ് ആണ് ഇവിടെ മുഖ്യമായിട്ടും കാണുന്ന കാര്യം. യങ് ലേക്ക് എന്ന് പറയുമ്പോൾ വാട്ടർ വളരെ തണുപ്പുള്ളതാണ്, അതുപോലെ തന്നെ ക്ലിയർ ആണ്. വിത്ത് ദ ടൈം സ്ട്രീംസ് ഡ്രെയിനിങ് ഇൻ ടു ദ ലേക്ക് ഇൻട്രൊഡ്യൂസ് ന്യൂട്രിയൻസ്. നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് ലേക്കിൽ വന്ന് അടിഞ്ഞുകൂടുകയാണ്. അത് ലേക്കിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുകയാണ്. ഇറ്റ് ഇൻക്രീസസ് ലേക്സ് ഫെർട്ടിലിറ്റി. ദസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഗ്രോസ് റാപ്പിഡ്ലി ആൻഡ് ഓർഗാനിക് റിമെയിൻസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ലേക്ക് ബോട്ടം. അപ്പം ഇത്രയും പ്രക്രിയയിലൂടെ ധാരാളം അനിമൽസും പ്ലാന്റ്സും വ്യാപകമായിട്ട് അനിയന്ത്രിതമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ലേക്കിൻ്റെ ബോട്ടത്തിൽ, ലേക്കിൻ്റെ അടിത്തട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദ ലേക്ക് ഗ്രോസ് ഷാലോവർ ആൻഡ് വാമർ വിത്ത് വാം വാട്ടർ ഓർഗാനിസംസ്. നേരത്തെ പറഞ്ഞിരുന്ന ലേക്കിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികമായിട്ട് വാമറായിട്ട് മാറുന്നു. അതുപോലെ ആഴം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല വാം വാട്ടർ ഓർഗാനിസംസ് ആണ് അവിടെ പ്രധാനമായിട്ടും കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാർഷ് പ്ലാന്റ്സ് ടേക്ക് റൂട്ട് ഇൻ ദ ഷാലോ ആൻഡ് ഫിൽ ദ ഒറിജിനൽ ലേക്ക് ബേസിൻ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്നതായിട്ടുള്ള സസ്യങ്ങൾ ഇവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ലേക്ക് ക്രമേണ ലാൻഡ് ആയിട്ട് മാറുകയാണ്. ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലൈമറ്റ്, സൈസ് ഓഫ് ദ ലേക്ക് ആൻഡ് അതർ ഫാക്ടേഴ്സ്, ദ യൂട്രോഫിക്കേഷൻ മേ സ്പാൻ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. യൂട്രോഫിക്കേഷന് പല ഘടകങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ക്ലൈമാറ്റിക് ആയിട്ടുള്ള കാലാവസ്ഥയിലുള്ള ചില മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലേക്കിൻ്റെ സൈസ്, അതുപോലെ മറ്റ് ഘടകങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഹവർ പൊള്യൂട്ടൻസ് ലൈക്ക് എഫ്ലുവൻസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ഹോംസ് ആക്സിലറേറ്റ് യൂട്രോഫിക്കേഷൻ. മറ്റു ചില സാഹചര്യങ്ങളിൽ ഇൻഡസ്ട്രീസ് നിന്നും വ്യവസായശാലകളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. അത് യൂട്രോഫിക്കേഷനെ ആക്സിലറേറ്റ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് കൾച്ചറൽ ഓർ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. ദ പ്രൈം കണ്ടാമിനൻസ് ആർ നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. ഏറ്റവും കുഴപ്പമുള്ള ഈ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സുമാണ്. ഇത്തരം പദാർത്ഥങ്ങളാണ് അനിയന്ത്രിതമായിട്ടുള്ള ആൽഗൽ ഗ്രോത്തിന് കാരണമാകുന്നത്. ഇറ്റ് കോസസ് അൺസൈറ്റ്ലി സ്കം ആൻഡ് അൺപ്ലസന്റ് ഓഡേഴ്സ് ആൻഡ് റോബ്സ് ദ വാട്ടർ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള മണവും അതുപോലെ ഓക്സിജന്റെ അളവും വാട്ടറിലെ കുറയ്ക്കുന്നൊരവസ്ഥയും ഇതിലൂടെ സംഭവിക്കുകയാണ്. ഇറ്റ് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് അതർ ഓർഗാനിസംസ്. അങ്ങനെ ഓക്സിജൻ അളവ് കുറയുന്നതുകൊണ്ട് മറ്റു ജീവികളുടെ ഡെത്തിന് കാരണമാകുന്നു. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ ദാറ്റ് കോസസ് ഹീറ്റിംഗ് ഓഫ് എർത്ത്സ് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇതൊരു പ്രകൃതിയിലുള്ള പ്രതിഭാസമാണ്. ഇതിലൂടെ എർത്തിലെ സർഫസും അതുപോലെ അറ്റ്മോസ്ഫിയറും ചൂട് പിടിക്കുന്ന ഒരവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെ ഭൂമിയിലെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ പ്രസന്റ് ആവറേജ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ എർത്തിലെ ആവറേജ് ടെമ്പറേച്ചർ -18 ഡിഗ്രി സെൽഷ്യസ് ആവുമായിരുന്നു. ഇനി ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് കാണാം. ഭൂമിയിലേക്ക് വരുന്ന സൺലൈറ്റിൽ കുറേ ഭാഗം ഔട്ടർ സ്പേസിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോവുകയാണ്. ഇനി ഭൂമിയിലേക്ക് എത്തുന്ന റേഡിയേഷൻസ് കുറേ ഭാഗം വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ്. എർത്ത് സർഫസ് റീഎമിറ്റ്സ് ഹീറ്റ് ആസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ബട്ട് എ പാർട്ട് ഓഫ് ഇൻഫ്രാറെഡ് ഈസ് അബ്സോർബ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. യഥാർത്ഥത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് കുറേ ഭാഗം അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡുകൾ. സോ കനോട്ട് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. അതുകൊണ്ട് തന്നെ
ഔട്ടർ സ്പേസിലേക്ക് കടന്നു പോകാനായിട്ട് ഈ റേഡിയേഷന് കഴിയുന്നില്ല. ദീസ് ഗ്യാസസ് റേഡിയേറ്റ് heat energy. It comes to earth surface, thus heating it up again. It causes greenhouse effect. ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഇത്തരം റേഡിയേഷൻസ് എർത്ത് സർഫസ് ചൂട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ അത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നു. ഇത്തരത്തിൽ തിരിച്ചു വരുന്ന റേഡിയേഷൻസ് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഈ പ്രക്രിയകൾ ആവർത്തിക്കുകയാണ്. റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഓഫ് ഹീറ്റ് റേഡിയേഷൻസ് ഹീറ്റിംഗ് ദ എർത്ത് സർഫസ്. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എർത്തിലെ സർഫസ് ഇങ്ങനെ ഓവർ ഹീറ്റാക്കുന്ന ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, പതിവിൽ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്ന അവസ്ഥയെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓവർ ഹീറ്റിംഗ് ഓഫ് എർത്ത് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. During the past century, the temperature of Earth has increased by 0.6 degrees Celsius. Most of it during the last 3 decades. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഭൂമിയിലെ ടെമ്പറേച്ചർ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. 0.6 ഡിഗ്രി സെൽഷ്യസിൽ വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ലാസ്റ്റ് 3 ഡീക്കേഡ്സിലാണ് കാണുന്നത്. ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ക്ലൈമാറ്റിക് ചേഞ്ചസ്. അതിനെ എൽ നിനോ ഇഫക്റ്റ് എന്ന് വിളിക്കും. ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്പ്. പോളാർ റീജിയനിലുള്ള ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്യുന്നു. ഹിമാലയൻ സ്നോ ക്യാപ്പ് മെൽറ്റ് ചെയ്യുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഫ്യൂച്ചർ ഇമ്പാക്റ്റ്. Rise in sea level that submerge many coastal areas. കടൽ നിരപ്പ് ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് താഴേക്കിടയിലുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്നു. അതെല്ലാം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രിക്കാനായിട്ട് ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ഒന്നാമത്തേത് റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാമത്തേത് ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. എനർജി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം. റെഡ്യൂസ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് പ്ലാന്റ് ട്രീസ്. വനനശീകരണം പരമാവധി കുറയ്ക്കുകയും ചെടികൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. സ്ലോവിംഗ് ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ വളർച്ചയെ കുറച്ചു കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളുടെ ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഓസോൺ ഡിപ്ലീഷൻ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. 2 തരത്തിലുള്ള ഓസോണാണ് പൊതുവെയുള്ളത്, ബാഡ് ഓസോൺ ആൻഡ് ഗുഡ് ഓസോൺ. ബാഡ് ഓസോൺ ഈസ് ഫോംഡ് ഇൻ ട്രോപ്പോസ്ഫിയർ. ലോവർ അറ്റ്മോസ്ഫിയർ ആണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാംസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ചെടികൾക്കും അതുപോലെ മൃഗങ്ങൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്നു. ഗുഡ് ഓസോൺ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. It acts as a shield absorbing ultraviolet radiations from the sun. ഇതൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് UV റൈസിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. UV റൈസ് ആർ ഹൈലി ഇഞ്ചുറിയസ് സിൻസ് ദേ കോസ് മ്യൂട്ടേഷൻ. എന്തുകൊണ്ടാണ് UV റൈസ് വളരെയധികം ദോഷകരമാണ് എന്ന് പറയുന്നത്? അത് മനുഷ്യനിലെ അല്ലെങ്കിൽ മൃഗങ്ങളിലെല്ലാം മ്യൂട്ടേഷന് കാരണമാകുന്നു. ദ തിക്നെസ് ഓഫ് ഓസോൺ in a column of air from the ground to top of atmosphere is measured in terms of Dobson unit. ഓസോൺ തിക്നെസ് മെഷർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഡോബ്സൺ, DU എന്ന് അതിനെ വിളിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ടുണ്ട്. ഇനി ഈ UV റൈസ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻ സ്ട്രാറ്റോസ്ഫിയർ UV റൈസ് ആക്ട് ഓൺ മോളിക്കുലർ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ഓസോൺ. ഓസോൺ ഉണ്ടാകുന്ന പ്രക്രിയയിലും UV റൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ UV റൈസ് ഓൾസോ കോസ് ദ ഡിഗ്രഡേഷൻ ഓഫ് ഓസോൺ ടു O2. ദീസ് പ്രോസസ്സസ് ആർ ബാലൻസ്ഡ്. അതായത് ഓസോൺ ഉണ്ടാകുന്ന പ്രക്രിയ നടക്കുകയും ഓസോൺ ഡിഗ്രേഡ് ചെയ്യുന്ന പ്രക്രിയ നടക്കുകയും രണ്ടും നടക്കുന്നുണ്ട്. ഇത് ബാലൻസ്ഡ് ആണ്. പക്ഷേ ഈ ബാലൻസ് തകിടം മറിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ
അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. ബട്ട് ദ ബാലൻസ് ഈസ് ഡിസ്റപ്റ്റഡ് ഡ്യൂ ടു ഓസോൺ ഡിഗ്രഡേഷൻ ബൈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അനിയന്ത്രിതമായിട്ട് പുറത്തു വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഈ ഡിപ്ലീഷൻ പ്രോസസ്സിനെ വേഗത്തിലാക്കുന്നു. UV rays acts on CFCs, releasing chlorine atoms. In the presence of chlorine, ozone degrades to O2. This causes ozone depletion. It has formed ozone hole over Antarctica region. ഈ ആക്റ്റീവ് ക്ലോറിൻ രൂപപ്പെടുന്നത് പ്രധാനമായിട്ടും ക്ലോറോ ഫ്ലൂറോ കാർബൺസ് വിഘടിക്കുന്നത് കൊണ്ടാണ്. UV റൈസിന്റെ പ്രസൻസിൽ അത് വിഘടിക്കുന്നത് കൊണ്ടാണ് ആക്റ്റീവ് ക്ലോറിൻ ഫോം ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവ് ക്ലോറിനാണ് യഥാർത്ഥത്തിൽ ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ മോളിക്കുളും ഓക്സിജൻ ആറ്റവുമായിട്ട് മാറ്റുന്നത്. ഇത് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഓസോൺ ഹോൾ റിപ്പോർട്ട് ചെയ്തത് അന്റാർട്ടിക്ക റീജിയണിലാണ്. ഈ UV റൈസ് ഇതിൽ പ്രധാനമായിട്ടും UVB ആണ് ഹാംഫുൾ ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ബൈ എർത്ത് സർഫസ്. ശരിക്കും ഈ UVB റൈസ് DNA മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു, സ്കിൻ ഏജിങ്ങിന് കാരണമാകുന്നു, സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു, അതുപോലെ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഇത് മാത്രവുമല്ല, സ്നോ ബ്ലൈൻഡ്നെസ് ആൻഡ് കാട്രാക്ട് ഓൾസോ ഒക്കേഴ്സ്. സ്നോ ബ്ലൈൻഡ്നെസ്സും കാട്രാക്റ്റും ഇതിൻ്റെ അനന്തരഫലങ്ങളാണ്. അത് വളരെയധികം അപകടകരമാണ്. The Montreal Protocol was designed to control emission of ozone-depleting substances. ഇന്റർനാഷണൽ ട്രീറ്റിയിലെ 1987 കനഡയിൽ വെച്ച് മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തു. ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കി. എങ്കിലും ഓസോൺ ഡിപ്ലീഷനെ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. There are protocols for developed and developing countries for reducing emission of CFCs and other ozone depleting chemicals. ഇതിനുശേഷവും പ്രോട്ടോകോൾസ് നിലവിൽ വന്നിട്ടുണ്ട്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടി ഡെവലപ്പിംഗ് നേഷൻസിനും ഡെവലപ്ഡ് നേഷൻസിനും പ്രത്യേകമായിട്ട് പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഡീഫോറസ്റ്റേഷൻ. എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റഡ് ഏരിയാസ് ടു നോൺ ഫോറസ്റ്റഡ് വൺസ്. ഒരു ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ നോൺ ഫോറസ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഡീഫോറസ്റ്റേഷൻ. വനനശീകരണം എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഓൾമോസ്റ്റ് 40% ഫോറസ്റ്റ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ഇൻ ദ ട്രോപ്പിക്സ് കമ്പയർഡ് ടു ഓൺലി 1% ഇൻ ദ ടെമ്പറേറ്റ് റീജിയൻ. വനനശീകരണം കൂടുതലും നടക്കുന്നത് ട്രോപ്പിക്സിലാണ്. ടെമ്പറേറ്റ് റീജിയനിൽ വളരെ കുറവ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 ഓഫ് ഇന്ത്യ ഹാസ് റെക്കമെൻഡ്. നാഷണൽ ഫോറസ്റ്റ് പോളിസിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 33% ഫോറസ്റ്റ് കവർ ഫോർ ദി പ്ലെയിൻസ് ആൻഡ് 67 ഫോർ ദ ഹിൽസ്. 33% ഫോറസ്റ്റ് കവർ പ്ലെയിൻസിലും സമതലത്തിലും അതുപോലെ 67% കുന്നുകളിലും ഹിൽസിലും വേണമെന്നാണ് പറയുന്നത്. ബട്ട് വി ഹാവ് ഓൺലി 19.4% ഓഫ് ഫോറസ്റ്റ് കവർ. നിലവിലുള്ളത് 19.4% മാത്രമാണ്. ഇറ്റ് വാസ് അബൌട്ട് 30% അറ്റ് ദ ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് 30% ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 19.4% എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റീസൺസ് ഫോർ ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു അഗ്രികൾച്ചർ ലാൻഡ്. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭൂമിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഫോർ ടിമ്പർ, ഫയർവുഡ് ആൻഡ് കാറ്റിൽ റേഞ്ചിങ് എറ്റ്സെട്ര. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫയർവുഡ് കളക്ഷനും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഈ ഫോറസ്റ്റ് ഉപയോഗിക്കപ്പെടുന്നു. മറ്റൊന്ന്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, ജൂം കൾട്ടിവേഷൻ എന്ന് പറയും. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ്, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷിരീതി അവലംബിച്ച് പോകുന്നത്. ഇൻ ദിസ്, ഫോറസ്റ്റ് ട്രീസ് ആർ കട്ട് ഡൗൺ ആൻഡ്
burn the plant remains. The ash is used as a fertilizer. The land is used for farming or grazing. അതായത് ഒരു ഫോറസ്റ്റ് ഉള്ള ട്രീസ് എല്ലാം മുറിച്ചിട്ട് അത് കത്തിച്ച് ചാരമാക്കി മാറ്റുകയാണ്. അത് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഫാമിംഗ് ഓർ ഗ്രേസിംഗ്. അവിടെയുള്ള ലാൻഡ് ഫാമിങ്ങിനും ഗ്രേസിങ്ങിനും വേണ്ടി മൃഗങ്ങൾക്ക് മേയാനുള്ള സ്ഥലമായും കൾട്ടിവേഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓവർ പോപ്പുലേഷൻ ആൻഡ് റിപ്പീറ്റഡ് കൾട്ടിവേഷൻ ഡിക്രീസ് ദ റിക്കവറി ഫേസ് റിസൾട്ടിംഗ് ഇൻ ഡീഫോറസ്റ്റേഷൻ. തുടർച്ചയായിട്ട് കൾട്ടിവേഷൻ നടത്തുകയാണ്. അതുപോലെ തന്നെ ഓവർ പോപ്പുലേഷൻ, ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും റിക്കവറി ഫേസ്, വീണ്ടും ചെടികൾ വളർന്ന് പന്തലിക്കാനായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. ഈ പ്രോസസ്സ് അവർ റിപ്പീറ്റ് ചെയ്യുകയുമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഇത്തരം പ്രക്രിയകൾ ആവർത്തിക്കുകയാണ്. അതിലൂടെ വലിയ ഒരു ഏരിയയിലുള്ള ഫോറസ്റ്റ് നശിക്കുന്നതിന് കാരണമാകുന്നു. കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഫസ്റ്റ് വൺ, അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇൻക്രീസ്ഡ്. കാരണം വനങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. സെക്കൻഡ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. ജൈവ വൈവിധ്യം വളരെയധികം കുറയുകയാണ്. കാരണം ഹാബിറ്റാറ്റ് എല്ലാം നഷ്ടപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം, ഡിസ്റ്റർബ്സ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. വാട്ടർ സൈക്കിള് അതിനെ എഫക്റ്റ് ചെയ്യുന്നു. നാലാമത്തെ കാര്യം, സോയിൽ ഇറോഷൻ ആൻഡ് ഡിസർട്ടിഫിക്കേഷൻ. ഡീഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് മണ്ണൊലിപ്പുണ്ടാകുന്നു, അതുപോലെ തന്നെ ഡിസർട്ടിഫിക്കേഷനിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡീഫോറസ്റ്റേഷന്റെ പ്രധാനപ്പെട്ട അനന്തരഫലങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. Geeta resides in a city nearby a lake. Water from this lake was used for various domestic purposes earlier. Nowadays, the water has become turbid and is with unpleasant odor. What can be the reason for this? അതിനുത്തരം nutrient enrichment. Name the scientific term that explains this effect. Eutrophication or aging of lake എന്നാണ് പറയുന്നത്. Next, Ammu read the newspaper that BOD of water body in a nearby village was high and there is algal bloom. What is BOD? BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ആൽഗൽ ബ്ലൂം? ഇൻക്രീസ്ഡ് ആൽഗൽ പോപ്പുലേഷൻ എന്നാണ് അതിന് കൊടുക്കുന്ന ആൻസർ. ക്യാൻ യു ഗിവ് പോസിബിൾ റീസൺ ഫോർ ദീസ് ഫിനോമിനൻ? It is due to the accumulation of inorganic nutrients like phosphate and nitrate in water body. വാട്ടർ ബോഡിയിൽ നൈട്രേറ്റും ഫോസ്ഫേറ്റും കൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫിഗർ ബിലോ. ഒരു ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ ഫിഗറിൽ നിന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്നു, ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തേതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡാണ് 60%, രണ്ടാമത്തേത് CFC 14%. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതിനായിട്ട് 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. കട്ടിംഗ് ഡൗൺ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്, റിഡ്യൂസിംഗ് ഡീഫോറസ്റ്റേഷൻ, പ്ലാന്റിംഗ് ട്രീസ്. ഈ 4 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, presence of large amount of nutrients in water cause excessive growth of plankton. Name this process. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ആൽഗൽ ബ്ലൂം. റൈറ്റ് ഡേഞ്ചേഴ്സ് കോസ്ഡ് ബൈ ദിസ് പ്രോസസ്. ഒരു 4 കാര്യങ്ങളിലൂടെ കൊടുത്തിരിക്കുന്നു. ആൽഗൽ ബ്ലൂമിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അതിവിടെ നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ DU ലെവൽ, ഡോപ്സൺ യൂണിറ്റ് ഓരോ വർഷം തോറും കുറഞ്ഞു വരുന്നു. ഓസോൺ തിക്നെസ് കുറഞ്ഞു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നു, അത് നോക്കുക. നെക്സ്റ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ. വാട്ട് ഈസ് ദ കോസ് ഓഫ് സ്നോ ബ്ലൈൻഡ്നെസ്? സ്നോ ബ്ലൈൻഡ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ UVB യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ്. മറ്റൊന്ന്, ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇവിടെ ആൻസർ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ, ഇതിന് കാരണം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൽ നമ്മൾക്ക് നോക്കാനായിട്ടുള്ളത്. ഇത്ര നേരം ഈ വീഡിയോ ക്ലാസ് കാണുകയും കേൾക്കുകയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവല്ലോ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രിപ്പറേഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ഫോക്കസ് പോയിന്റുകൾ പഠിക്കുക എന്ന ലക്ഷ്യം ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് മിക്കവാറും വ്യക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അടുത്തതായി എല്ലാ ചാപ്റ്റേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റ് റിവിഷൻ വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ മറ്റുള്ളവരിലേക്ക് വളരെ വേഗത്തിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.